ഇനി കേട്ടോളൂ, ഇയാൾ പറഞ്ഞ മുസ്ലിംമാര് തെറ്റിദ്ധരിപ്പിക്കാണ് ഞങ്ങള് ഈ പണ്ഡിതന്മാര് മുസ്ലിംമാര് തെറ്റിദ്ധരിപ്പിക്കാണ് ഞങ്ങൾ മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്, മനുഷ്യനാണ് എന്നാണ് ഇവര് പറഞ്ഞത്, മനുഷ്യനാണ് എന്നാണ്. എന്നാ സഹോദരന്മാരെ, അതും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. 3ാം ക്ലാസ്സിലെ പുസ്തകം. അതിനു മുമ്പ് മൗലവിമാര് മുസ്ലിംമാര് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ഞങ്ങളെ കുറിച്ച് പച്ചക്കള്ളം പറയുന്നത് ആദ്യം വെക്കട്ടെ. വെക്കൂ. തെറ്റിദ്ധരിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാര് അവർ പലപ്പോഴും പറയുന്നു മുജാഹിദിന്റെ വിശ്വാസം സാധാരണക്കാരൻ തന്നെ. പറയുന്നത് എന്താണെന്നോ, മുജാഹിദിന്റെ മദ്രസയിലെ പാഠപുസ്തകത്തിൽ 3ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ അല്ലാഹുവിന്റെ റസൂൽ മനുഷ്യൻ തന്നെ എഴുതിയിട്ടുണ്ടോലും. 3ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ മനുഷ്യൻ തന്നെ എഴുതിയതാണ് പോലും നമ്മൾ തെളിവ് പറയുന്നത്. 3ാം ക്ലാസ്സിലെ പുസ്തകമാണിത്. നോക്കിക്കോ, എല്ലാ പ്രവാചകന്മാരും സാധാരണ മനുഷ്യർ തന്നെയായിരുന്നു. മനുഷ്യൻ തന്നെ എന്നല്ല നിങ്ങൾ എഴുതിയത്, സാധാരണ മനുഷ്യൻ തന്നെ എന്നാണ്. അതൊക്കെ അതോ സ്ക്രീനിൽ കാണുന്നില്ലേ? സാധാരണ മനുഷ്യൻ തന്നെ എന്നാ എഴുതിയത്. എന്നിട്ട് ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാ പറയുന്നത്. പൊളിച്ചെഴുതിക്കാണ് നിങ്ങളെ കൊണ്ട്. നിങ്ങൾ പൊളിച്ചെഴുതിയതല്ലേ നിങ്ങളെ പോസ്റ്ററിന് കൊടുത്തത്? പൊളിച്ചെഴുതിയാണിത്. മുജാഹിദിനെ പൊളിച്ചെഴുതാണ്. ഇനി കേട്ടോ സഹോദരന്മാരെ, ഇദ്ദേഹം പറയാണ് സാധാരണ മനുഷ്യന്മാര് ഞങ്ങളല്ല പറഞ്ഞത്, സുന്നികളാണ്. അതായത് കടരസം. എന്താണ് മൗലവിന്റെ തട്ടിപ്പ്? എന്താണ് എനിക്ക് മൂപ്പര് പറയാ? നിങ്ങളെ ബുക്കിലുണ്ട് പോയാരെ എന്ത് സാധാരണ മനുഷ്യനാണ്. ഒരു ബുദ്ധിയുള്ളോ പറയൂ. അത് എന്താ ഉള്ളതെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ വിനയം. ആ വിനയത്തെക്കുറിച്ച് പറയുന്ന സ്ഥലത്ത് നമ്മളെ ഒരു പുസ്തകത്തിൽ പറഞ്ഞു, ഉന്നതങ്ങളിൽ ഗിരിപ്രഭാഷണം നടത്തി അഹന്തയുമായി നടക്കുന്നവരായിരുന്നില്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഗിരിപ്രഭാഷണം നടത്തി അഹന്തയുമായി നടക്കുന്ന ആളായിരുന്നില്ല. റസൂലുള്ളാഹിന്റെ സ്വഭാവം പറയാൻ ഏത് സാധാരണക്കാരനും സാധാരണക്കാരന്റെ സ്വഭാവമാണ്, ഒരു സ്ഥാനമാനം കാണിക്കുന്ന സ്വഭാവമില്ല. ഇതിന് ശേഷം പറയാണ്, ഉന്നതങ്ങളിൽ ഗിരിപ്രഭാഷണം നടത്തി അഹന്തയുമായി നടക്കുന്നവരായിരുന്നില്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണക്കാരിൽ സാധാരണക്കാരനായേ തിരുനബിയെ ദർശിക്കാനാവൂ. സാധാരണക്കാരിൽ സാധാരണക്കാരനായേ നബിയെ ദർശിക്കാനാവൂ, നബിയെ വിശ്വസിക്കാനാവൂന്നല്ല. നബിനെ നമ്മൾ കാണുമ്പോ ഒരു സാധാരണക്കാരന്റെ ജീവിതമാണ്, ഒരു വെല്ലുവിള ജീവിതം നയിക്കുന്ന സ്വഭാവമില്ല. ഇത് വെച്ചിട്ട് പറയാം നിങ്ങളും പറയൂ സാധാരണക്കാരനാണ്. ഇയാളൊരു തട്ടിപ്പ് നോക്കുന്നത്. സാധാരണക്കാരാക്കിയത് നമ്മളല്ല. കേട്ടോളൂ, ഞാൻ നിങ്ങളോട് വായിച്ചു കേൾപ്പിക്കട്ടെ. ഉന്നതങ്ങളിൽ ഗിരിപ്രഭാഷണം നടത്തി അഹന്തയുമായി നടക്കുന്നവരായിരുന്നില്ല കേട്ടോളൂ. സാധാരണക്കാരനായേ തിരുനബിയെ നമുക്ക് ദർശിക്കാനാകൂ. ഇത് നബിയെ സാധാരണക്കാരനാക്കലാണോ? ബുദ്ധിയുള്ളവർ പറയട്ടെ, മുജാഹിദിന്റെ തട്ടിപ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും വിനയമുള്ള ആളായിരുന്നു, അഹന്ത ധരിക്കുന്ന ആളായിരുന്നില്ല. സാധാരണക്കാരൻ സാധാരണക്കാരൻ. എവിടുന്ന് പറഞ്ഞത് എന്താണ്? അവിടുന്ന് പറഞ്ഞതന്നെ എന്ന് പറഞ്ഞു എന്നാണ്. അതിന്റെ അർത്ഥം എന്താണെന്നുള്ള വേറെ വിഷയം. സാധുക്കളെ കൂട്ടത്തിൽ എന്നെയും പെടുത്തണം. ഈ സാധാരണക്കാരന്റെ ജീവിതം നയിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞതാണ് മുഹമ്മദ് നബി സാധാരണക്കാരനാണ്, സുന്നികളാ പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവരോട് ഒരു തൊലിക്കെട്ടി.